യേശുവിന്റെ നാമത്തിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം വഴിയും. അവൻ പിന്നെ പുതിയ വരാതെ നമ്മെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഒരു നിത്യയുടെ രാജ്യം ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പുതുക്കിപ്പെടുകയോ അവരുടെ പടപുസ്തകത്തിൽ പറയുന്നു, അവൻ സ്തോത്രം, അവൻ പുതിയ വാനവും പുതിയ ഭൂമിയും അവൻ സ്തോത്രം. അവൻ ഇന്ന് ലോകം അവൻ സ്തോത്രം അവൻ മലിനമായി കൊണ്ടിരിക്കുമ്പോൾ ആ പുതുവാനവ ഭൂമിയിൽ പ്രതിഫലം വിഭജിക്കുന്നു. അവൻ നമുക്കും അവിടെ പ്രവേശിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അവൻ രാത്രികാലം സന്തോഷമുണ്ട്. അതരങ്ങളെ തുറന്ന കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ ജീവനുള്ളവരുടെ ദേശത്ത് പകൽ രാത്രികാലവും ഇവിടെ നമുക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മളെ ഭൂമിയിൽ നിർത്തിയതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ ആരുടെ പിടുക്കോ കഴിവോ പണശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. എത്രയോ പേർ കോടികൾ കോടികൾ ആസ്തിയുള്ളവർ ഈ സന്ധ്യാസമയം കാണുവാൻ കഴിയാതെ, ഈ നല്ല വെള്ളിയാഴ്ച കാണുവാൻ കഴിയാതെ കഴിഞ്ഞ പകൽക്കാലങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കടന്നുപോയപ്പോ സ്വർഗത്തിലെ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവൻ നമ്മെ നടത്തിയതും അവൻ നമുക്ക് തന്ന നന്മകളും അവൻ നമ്മെ കരുതിയതും അവൻ നമ്മുടെ രോഗങ്ങളെ വിടിവിച്ചതും ഒക്കെ ഓർത്ത എത്ര സ്തുതിച്ചാലും അത് വരത്തില്ല. രാത്രികാലം ആ സ്തുതികളോടും സ്തോത്രത്തോടും ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ഇരിക്കുമ്പോൾ തന്നെ തുടർന്നുള്ളതായ സമയങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, മാറ്റമില്ലാത്ത ദൂതുകൾ സ്വർഗം നമ്മളിലേക്ക് കൈമാറേണ്ടതിന്, സ്വർഗം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്ക് കൈമാറേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യനായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തൻ ജോയ് പാസ്റ്ററെ ഞാൻ മുൻപോട്ട് ആദരയാഗതമായി സ്വാഗതം ചെയ്യുന്നു. കരങ്ങളിൽ തട്ടി പുരോഗരമായിരിക്കണമെങ്കിൽ നല്ല സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ സ്നേഹത്തെ ഓർത്തു ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുവാനിടയായി. ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ കടന്നു പോകാൻ സഹായിച്ചത്. ഓർത്ത് ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ഇവിടെ ക്രമീകരിക്കുകയും അതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ അതുപോലെ പ്രിയ കുടുംബം, പ്രിയ അതേ പ്രിൻസിപ്പാൾ, പ്രിയ പിതാക്കന്മാർ, അതുപോലെ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വിശേഷിക്കുന്ന നാമത്തിൽ ഞാൻ സ്നേഹമെന്ന് അറിയിക്കുന്നു. കർത്താവിന്റെ രാത്രിയിൽ നമ്മളോട് ഇടപെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ നമ്മുടെ നടുവിൽ ഉണ്ടാകുവാനിടയായല്ലോ. ഇങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ദൈവസഭയിൽ ലഭിക്കാത്തയാകുന്ന ഒരു വലിയ വിടുതൽ നമുക്ക് ലഭിക്കും. നമ്മുടെ സഭകളിൽ ചില കാര്യങ്ങൾക്ക് പരിമിതി നമ്മൾ കാണുന്നു. എന്നാൽ
ഇതര സഭകളിൽ നിന്നും അതുപോലെ മറ്റു മേഖലയിലൊക്കെ കടന്നു വരുന്ന ജനം ഒന്നിച്ചു കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ പരിധി വെക്കുകയല്ല, ആ പരിധിയെല്ലാം മുറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നയാകുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ തുറന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റുകയാണ്. അവിടെയാണ് നമുക്ക് വിടുതൽ വെളിപ്പെടുത്താൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് ഇങ്ങനെ ഒരു കൂടിവരവ് ദൈവം ഒരുക്കിയല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി അല്പ സമയം നമുക്ക് ദൈവം അതിന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 116 സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സ്തോത്രം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് രാത്രിയുടെ നമുക്ക് കേൾപ്പിക്കപ്പെട്ടിയാകുന്ന ഈ നല്ല വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നെ ഈ കൂടിവരവിലേക്ക്, ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ എന്നോട് ദൈവം ഇടപെടണമേ, എന്നോട് ദൈവം സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം എനിക്ക് കേൾക്കാൻ തക്ക നിലകളിൽ എൻ്റെ കാതുകളെ അതേ തുറക്കേണ്ടതിനായി, എൻ്റെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി തീർക്കേണ്ടതിനായി, എൻ്റെ വിഷയത്തോട് ദൈവത്തോട് ഇടപെടേണ്ടതിനായി നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് ഇങ്ങനെ നല്ല അതേ പ്രാർത്ഥന അനുഭവത്തിലുള്ള ഒരു വ്യക്തൻ ഇങ്ങനെ പറയുവാനിടയായി. അതേ മടങ്ങുന്ന 2 കാലുകളും കവിരുന്ന ഒരു ഹൃദയവും അതുപോലെ കരയുന്ന 2 കണ്ണുകളും ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയം ദൈവസന്നിധിയിലേക്ക് നമുക്ക് തുറന്നു കൊടുക്കുവാനിടയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ അനേക വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വെക്കുവാൻ, എന്നാൽ നമുക്ക് അതെല്ലാം ഒന്നും ദൈവസന്നിധിയിലേക്ക് ഫലമേൽപ്പിക്കുവാനായി കഴിയുകയില്ല. എങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്നയാകുന്ന ചില വിഷയങ്ങൾ, എവിടെ ഊരിത്തിരിഞ്ഞു വരുന്നയാകുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. അവിടുത്തെ കൃപയും സ്ഥാനത്തെയും ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ. ഇതുവരെ നിന്റെ സ്ഥാനത്തിൽ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ കർത്താവേ. എന്നാൽ അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ് കർത്താവേ. ഈ വചനം ധ്യാനിക്കാൻ ആവശ്യമാകുന്ന അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇന്ന് രാത്രി ഏതൊക്കെ ആവശ്യമായിട്ട് കർത്താവേ നിന്റെ ജനം ഇവിടെ കർത്താവേ നിന്റെ പാദപീഠത്തിൽ കടന്നു വന്നോ, അവരോട് ദൈവം കൃത്യമായി സംസാരിക്കേണ്ടതിനായി, കൃത്യമായി ഇടപെടേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് വചനം തന്നെ അവരോട് സംസാരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ശബ്ദമല്ല കർത്താവേ, അവിടുത്തെ ശബ്ദം അവരെ കേൾപ്പിക്കുകയും കർത്താവേ ഒരു കണ്ണുനീരോട് കടന്നു വന്നെങ്കിൽ കർത്താവേ ഒരു സമാധാനത്തോട് സന്തോഷത്തോട് കടന്നു പോവാൻ സ്വർഗ്ഗം കൃപ ചെയ്യേണ്ടതിനായി അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാണ് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താണ്. കർത്താവിന്റെ പുണ്യനാമം ഈ നല്ല രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നമ്മൾ വായിച്ച തിരുവചനം ഒരു സങ്കീർത്തന അതേ വാക്യമാണ് നമ്മൾ വായിക്കുന്നതിയ സങ്കീർത്തന വാക്യം. സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ വിവിധ രീതികളിൽ സങ്കീർത്തനം നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നു. ഏറ്റവും കൂടുതൽ യഹൂദന്മാരുടെ ഇടയിൽ ഉള്ളൊരു ഭാഗമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനം യഹൂദന്മാരുടെ നടുവിൽ അതെ ചിത്രീകരിക്കുവാനിടയാകുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല തിരുവെഴുത്ത് നമുക്കൊന്ന് അല്പസമയം വളരെ സന്തോഷത്തോടെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധി ആയിരിക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം